ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചൊരു മട്ടൻ കറിയാണ്. ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ഇവിടെ ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പിരിമുളകിൻ്റെ പൊടിയാണ്. ഇത് കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ടിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാൻ. കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റൊക്കെ വ്യത്യാസം വരും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. പിന്നെ ഈ മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകി ഇവിടെ വാരി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് നേരത്തെ വറുത്ത് വെച്ച ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയാണ്. ഒരു 4 പച്ചമുളക് ചതച്ച് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും. ഇത്രയാണ് ഇതിലോട്ട് ഞാനിപ്പം ചതച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലോട്ടൊരു 1/4 കപ്പ് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 സവാളയും കൂടെ ചേർത്തിട്ടുണ്ട്, അത് നീളത്തിലരിഞ്ഞത്. പിന്നെ ഒരു പകുതി തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. ഇതിലോട്ട് ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. അപ്പോൾ ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഈ ഇറച്ചിയിലോട്ട് നന്നായിട്ടൊന്ന് പിടിക്കും. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. വേണമെങ്കിൽ ഇതൊരു 1/2 മണിക്കൂർ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ വേവിച്ചാൽ മതി. അപ്പോഴത്തേക്ക് മസാലയൊക്കെ നന്നായിട്ട് ഇറച്ചിയിലോട്ടൊന്ന് പിടിക്കും. പക്ഷേ ഞാനിപ്പം ഉടനെ തന്നെ ഇത് വേവിക്കുകയാണ്. ഈ കുക്കറിലോട്ട് ഇതിട്ട് കൊടുക്കാം. കുക്കറിലല്ലെങ്കിൽ പാത്രത്തിൽ വേവിച്ചാലും മതി. പിന്നെ ആ ഇറച്ചിയൊക്കെ വെച്ചിരുന്ന പാത്രത്തിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചത്. ഇനി കുക്കർ അടിച്ചിട്ട് ഈ ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഇതൊരു 5-6 മിനിറ്റെങ്കിലും ഒന്ന് വേവിച്ചെടുക്കണം. ഞാനൊരു 3/4 വേവിലേ ഉള്ളൂ ഇതിപ്പം വേവിക്കുന്നുള്ളൂ. ഇതിപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ കുക്കർ തുറന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിനി ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ്. ഇനിയും ഉരുളക്കിഴങ്ങ് ഇതിൽ കിടന്നൊന്ന് വേകണം. നമ്മൾ മട്ടൻ വേവിക്കുമ്പം അതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കുക്കർ അടച്ച് വേവിച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും. ഇതിനെയും തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഗരം മസാല നേരത്തെ ചേർത്തില്ലായിരുന്നു, ഇപ്പോഴാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഞാൻ വെയിറ്റ് ഇടുന്നില്ല, അതുപോലെ കുക്കർ നല്ലതുപോലെ അടയ്ക്കുന്നുമില്ല. ഇതിപ്പം ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ മട്ടനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. ഇനി ഈ മട്ടൻ കറി അങ്ങനെ തിളപ്പിക്കുന്നില്ല, ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. കറി ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കാം. ഇനി ഈ കറി ഒന്ന് താളിക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ചിരുന്നത്. അതിലോട്ടൊരു 3-4 ചെറിയുള്ളിയാണ് വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് മൂത്ത് വരട്ടെ. ഇത് താളിക്കാൻ ചെറിയുള്ളി തന്നെ ഉപയോഗിക്കണം. സവാള ഉപയോഗിച്ചാൽ ഈ കറിക്ക് അത്ര ടേസ്റ്റ് കാണത്തില്ല. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മട്ടൻ കറിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പത്തിരി അല്ലെങ്കിൽ ചപ്പാത്തിയോ പിന്നെ ബ്രെഡിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.